ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ. അപ്പോ അതോടൊപ്പം തന്നെ അമ്മമാരിൽ പല ടെൻഷനുകളും അതുപോലെ തന്നെ പേടികളും ഒക്കെ തന്നെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആദ്യത്തെ 30 ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അമ്മയായി കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് ആണ്. ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കഴിയുന്നത്ര നേരത്തെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കൊളസ്ട്രോൾ ഒക്കെ തീർച്ചയായിട്ടും കുഞ്ഞിന് കൊടുത്തിരിക്കേണ്ടതാണ്. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നതിലൂടെ പോഷണം മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് മിൽക്ക് പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടാക്കിയ ശേഷം തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കറക്റ്റ് സക്ക് ചെയ്യുന്നില്ല, അങ്ങനല്ലാതെ കുഞ്ഞിന് കറക്റ്റ് കുടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറോട് ഒന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു കാര്യം ബർപ്പിംഗ് ആണ്. ഓരോ തവണ ഫീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് കുഞ്ഞിനെ തട്ടി ബർപ്പിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഗ്യാസ് ഉള്ളിൽ തട്ടി കിടക്കുമ്പോൾ കുഞ്ഞിനത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. കറക്റ്റായിട്ട് ഉറങ്ങാനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബർപ്പിംഗ് മറക്കാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ കിടത്തുമ്പോൾ എപ്പോഴും ബാക്ക് സ്ലീപ്പ് പൊസിഷനിൽ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. കട്ടിയുള്ള ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കുഞ്ഞിന്റെ നല്ല ഉറക്കമാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കിടത്തി കുഞ്ഞിന് കൃത്യമായ ഇടവേളകളിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഉറക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിന്റെ പൊക്കലിന്റെ ഭാഗം. ആ ഒരു കോട് വീഴുന്നതിന് മുമ്പ് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ സ്വയം എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും റെഡ് കളറോ അല്ലെങ്കിൽ പഴുപ്പോ പോലെയൊക്കെ കാണുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയപ്പർ ചേഞ്ച്. ഡയപ്പർ നിങ്ങൾ ഇടയ്ക്കിടെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നനഞ്ഞിട്ട് ഉണ്ടാവുമ്പോൾ കുഞ്ഞിന് പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല നനവിലൊക്കെ ഉണ്ടാവുമ്പോൾ ഡയപ്പർ റാഷും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ. കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നിങ്ങൾ നിരീക്ഷിക്കുക. കുഞ്ഞിക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ബോഡി തണുത്താണോ ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള ടെമ്പറേച്ചർ ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളിൽ ജനിച്ച ഉടനെ ചെറിയ രീതിയിലുള്ള മഞ്ഞൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോ അത് നോർമലാണ്. അപ്പോ അത് അതുപോലെ തന്നെ നിൽക്കാതെ കുറെ കൂടി കൂടുതലായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ, അതായത് ബോഡിയിലും കണ്ണിലും ഒക്കെ മഞ്ഞ നിറം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ന്യൂ ബോണിനെ കെയർ ചെയ്യുന്ന സമയത്ത് ഹൈജീന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വിസിറ്റേഴ്സ് അവരൊക്കെ വരുന്ന സമയത്തായാലും എല്ലാവരും തന്നെ കുഞ്ഞിനെ നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമായിട്ട് ഡയറക്റ്റ് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾ കുട്ടിയുടെ ജനിച്ച ഉടനെയുള്ള വാക്സിനേഷൻ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് വാക്സിനേഷൻ ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് അത് കൊടുക്കുക. അതും കുട്ടിയുടെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൊക്കെ പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മദേഴ്സ് ഹെൽത്ത്. അമ്മ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, പറ്റുന്നത്ര രീതിയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഹെൽത്തും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്താട്ടോ. അപ്പോൾ ആദ്യത്തെ 30 ദിവസങ്ങളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മമാരൊന്ന് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.